ഹേയ് ഹലോ അസ്സാം വലൈക്കും. നമ്മളിന്നൊരു ചിക്കൻ നിറച്ച് പൊരിച്ചാലോ? അപ്പം തുടങ്ങാല്ലേ. പാനിലേക്ക് എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ. ഒറ്റ ചിക്കൻ നിറച്ച് പൊരിക്കുകയാണെങ്കിൽ നമുക്കൊരു 3 ഉള്ളിയൊക്കെ മതിയാവും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ആഡ് ചെയ്യുക, ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്തിട്ട് നല്ലോണം വഴറ്റിയെടുക്കണം. ഉള്ളി നല്ലോണം റോസ്റ്റ് ആയതിനു ശേഷം അതിലേക്ക് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്യാം. മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ചിക്കൻ മസാല, പെരിഞ്ജീരകപ്പൊടി, കറിവേപ്പില ഞാനിങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞിട്ടാട്ടോ ആഡ് ചെയ്യാറ്. മസാലകളൊക്കെ നല്ലോണം റോസ്റ്റ് ആയതിനു ശേഷം ഒരു തക്കാളി ചെറുതായിട്ട് മുറിച്ചത് ആഡ് ചെയ്യാം. തക്കാളിക്ക് പകരം ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ടൊമാറ്റോ പേസ്റ്റ് ആണ് കേട്ടോ. അതിനുശേഷം ആവശ്യത്തിന് മല്ലിയിലയും ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്യാം. ഉള്ളിയും തക്കാളിയൊക്കെ നല്ല രീതിയിൽ റോസ്റ്റ് ആവണം കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഞാൻ അവസാനം ഇതിലേക്ക് കുറച്ച് ഗീയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഈ ഗീയിൽ കിടന്നിട്ട് ഈ മസാലയും ഉള്ളിയൊക്കെ റോസ്റ്റ് ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അവസാനമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള മസാലക്കുത്ത് ഉണ്ടെങ്കിൽ അതും കൂടെ മാറാൻ വേണ്ടിയിട്ട് ഒരു ഇത്തിരി പഞ്ചസാരയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. ആവശ്യത്തിന് കാശ്മീരി ചില്ലി പൗഡർ എടുക്കുക. അതിലേക്ക് ഉപ്പ്, വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, ചെറുനാരങ്ങ, ഇത്രയേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇത് നമ്മളുടെ കറിവേപ്പില കേട്ടോ. കറിവേപ്പില ഞാനിപ്പോഴും ഇങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാട്ടോ ആഡ് ചെയ്യുക, അല്ലെങ്കിൽ അതെല്ലാം എടുത്ത് പുറത്തേക്ക് ഇടും. അപ്പം നമ്മളുടെ ചിക്കനൊക്കെ കഴുകി നല്ലോണം വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാണ്ട് തുടച്ചതിന് ശേഷം അതിലേക്ക് ആദ്യം നമ്മളുടെ മസാല ഇടാം. അതിനുശേഷം ബോയിൽ ചെയ്തൊരു എഗ്ഗ് വെച്ചതിന് ശേഷം ഒരല്പം കൂടെ മസാല ഇടാം. മസാല വെച്ച് ഒരുപാട് അങ്ങ് സ്റ്റഫ് ചെയ്യരുത് കേട്ടോ. സ്റ്റഫിങ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ തുന്നിയെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനിയാണ് കലാപരിപാടി. നല്ല വെള്ള നൂലൊക്കെ എടുത്ത് അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ചിങ് നമ്മൾ തുടങ്ങുന്ന സൈഡും അത് തീരുന്ന സൈഡും കുറച്ച് ത്രെഡ് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് കഴിക്കുന്ന സമയത്ത് ഊരിയെടുക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും കേട്ടോ. അപ്പം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്നത് 3 ഫുൾ ചിക്കൻ ആട്ടോ. അതുകൊണ്ടാണ് അത്രയും അധികം മസാല പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒറ്റ ചിക്കൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ദേ നമ്മളുടെ കലാപരിപാടി വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം. ബ്രോയിലർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ചിക്കൻ ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ മാരിനേഷൻ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ എല്ലാ സൈഡിലും ഒന്ന് വരയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു മാരിനേഷൻ നല്ല രീതിയിൽ ചിക്കൻമേലേക്ക് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മളുടെ നരച്ച പൊരിച്ച കോഴി റെഡി. ഈ പ്രിപ്പറേഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിംഗ് ചിക്കനിലും ചെയ്യാം കേട്ടോ. അതൊന്നും കൂടി ടേസ്റ്റിയർ ആയിരിക്കും. ഇത് നമ്മളൊരു കോഴിക്കോട് സ്പെഷ്യൽ ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.